CPM സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൊല്ലത്ത് കൊടിയുയരും. പൊതുസമ്മേളന നഗരിയായ ആശ്രാമം മൈതാനത്ത് സ്വാഗത സംഘം ചെയർമാൻ KN ബാലഗോപാൽ പതാക ഉയർത്തും. പ്രതിനിധി സമ്മേളനം നാളെ ആരംഭിക്കും. പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. 530 പ്രതിനിധികൾ പങ്കെടുക്കും. സുനിൽ ഐസക് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. കൊല്ലത്ത് നിന്ന് തത്സമയം. സുനിൽ, വർഷങ്ങൾക്ക് ശേഷം കൊല്ലത്ത് വീണ്ടും CPM സംസ്ഥാന സമ്മേളനം വരികയാണ്. എങ്ങനെയാണ് ഓരോ പരിപാടികളും ക്രമീകരിച്ചിരിക്കുന്നത്? അമൃത, CPM സംസ്ഥാന സമ്മേളനത്തിന് കൊടിയുയരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. 3 പതിറ്റാണ്ടിന് ശേഷം എത്തുന്ന CPM സംസ്ഥാന സമ്മേളനത്തിന് ആതിഥ്യമരുളാൻ കൊല്ലത്തിന്റെ മണ്ണും മനസ്സുമൊക്കെ അക്ഷരാർത്ഥത്തിൽ ചുവന്നു കഴിഞ്ഞിരിക്കുന്നുവെന്ന് പറയാം. കൊല്ലത്തിന്റെ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും അവിടെയൊക്കെ ഒരു സമ്മേളനത്തിന്റെ ആവേശത്തിര ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും പലയിടങ്ങളിൽ നിന്നായി എത്തിയിട്ടുള്ള പതാക ജാഥകൾ, കൊടിമര ജാഥകൾ ഒക്കെ പലയിടങ്ങളിൽ നിന്നായി കൊല്ലത്തിന്റെ മണ്ണിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതൊക്കെ വൈകിട്ട് 5 മണിയോടുകൂടി ആശ്രാമം മൈതാനിയിലേക്ക് എത്തും. അവിടെ പൊതുസമ്മേളന നഗരിയാണത്. അവിടേക്ക് എത്തും. അവിടെ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ കൂടിയായ മന്ത്രി KN ബാലഗോപാൽ പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയർത്തുന്നതോടുകൂടി 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള CPM സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് ഔദ്യോഗികമായ തുടക്കമാകുമെന്ന് തന്നെ നമുക്ക് പറയാം. നാളെയാണ് പ്രതിനിധി സമ്മേളനം. 600-ലടുത്ത് ഏതാണ്ട് 588ഓളം പ്രതിനിധികൾ നാളെ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. ഈ സ്വാഭാവികമായും ഉയരുന്ന ചോദ്യം, കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ CPM-ന്റെ രാഷ്ട്രീയത്തിൽ ഈ കൊല്ലം സമ്മേളനം ഉയർത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് ബാക്കി വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നത് തന്നെയാണ്. പല കാര്യങ്ങളുണ്ട്. അതായത് ഈ സമ്മേളനം പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് മൂന്നാമതൊരു വട്ടം കൂടി ഈ LDF സർക്കാരിന് കേരളത്തിൽ ഭരണ തുടർച്ച നേടാൻ കഴിയുമോ, അതിന് പറ്റുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന് വേണ്ടുന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, അതിന് നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച വിശദമായ ചർച്ചയായിരിക്കും. അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്ന നയരേഖയുണ്ട്. ആ നയരേഖയെ സംബന്ധിച്ച വളരെ വിശദമായ ചർച്ചകൾ നടക്കും. അതായത് പുതിയ കാലത്ത് നിന്നുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളിൽ CPM-ന് വിട്ടുവീഴ്ചയാവാം, എന്തൊക്കെ കാര്യങ്ങളിൽ നയ നിലപാടുകളിൽ വ്യത്യാസം വരുത്താം, ഒപ്പം പ്രായപരിധി അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ആർക്കൊക്കെ, മുഖ്യമന്ത്രിക്കും TP രാമകൃഷ്ണനും അല്ലാതെ മറ്റാർക്കൊക്കെയാണ് പ്രായപരിധിയിൽ ഇളവ് നൽകുക, 2ാം വട്ടം കൂടി എത്ര പേർക്ക് മത്സര രംഗത്തെത്താൻ കഴിയും,